പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് WWE അടുത്ത സ്പെഷ്യൽ ഇവൻ്റായ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന സ്പെഷ്യൽ ഇവൻറ്റിൻ്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ്. അപ്പോൾ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന സ്പെഷ്യൽ ഇവൻറ്റിൻ്റെ വലിയ പ്രത്യേകത ഇന്ത്യയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് അറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ ടെലികാസ്റ്റ് ഇല്ല എന്നാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഷോ എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വാച്ച് റെസ്ലിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. നമുക്ക് ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് പങ്കുവെക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ അത് കൊടുക്കാത്തത്. നിങ്ങൾ ഗൂഗിളിൽ വാച്ച് റെസ്ലിംഗ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഷോ ലൈവായി കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത ഞായറാഴ്ച ഡിസംബർ 15-ാം തീയതി രാവിലെ 6:30 മുതൽ 8:30 വരെയാണ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന സ്പെഷ്യൽ ഇവൻറ്റ് ലൈവായി നമുക്ക് കാണാൻ സാധിക്കുക. 2 മണിക്കൂർ മാത്രമാണ് ഈ ഒരു ഷോയുടെ ദൈർഘ്യമായി ഇപ്പോൾ WWE തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 4 മത്സരങ്ങൾ ഔദ്യോഗികമായി ഈ സ്പെഷ്യൽ ഇവൻറ്റിലേക്ക് ഇപ്പോൾ WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ലിസ്റ്റിലെ ആദ്യത്തെ മത്സരമായി നോക്കാൻ പോകുന്നത് നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ ഇയോ സ്കൈക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് മത്സരം ഒരു കിടിലൻ പെർഫോമൻസ് രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു മത്സരമാണ്. മത്സരത്തിൽ ലിവ് മോർഗൻ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയോ സ്കൈ ഒരു നമ്പർ 1 കണ്ടൻഡർ ആയതിന് ശേഷവും ലിവ് മോർഗൻ്റെ ഏറ്റവും വലിയ എതിരാളിയായിട്ട് അവർ കാണിക്കുന്നത് റിയ റിപ്ലിയെ തന്നെയാണ്. അപ്പോൾ അതിനിടയിലുള്ള ഒരു ടൈറ്റിൽ ചേഞ്ചിന് ഒരു സാധ്യത അവിടെ കാണുന്നില്ല. എന്തായാലും ഇയോ സ്കൈക്ക് ഒരു ടൈറ്റിൽ റണ്ണ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ താരത്തിൻ്റെ പെർഫോമൻസ് അതികിടിലമാണ്. പക്ഷേ എന്തായാലും ലിവ് മോർഗൻ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതും തുടർന്ന് വരുന്ന വീക്കിലി എപ്പിസോഡുകളിൽ റിയ റിപ്ലിക്കെതിരെ സ്റ്റോറി മുന്നോട്ട് പോകുന്നതും തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ മത്സരം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ഗന്ധർ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന ടീമിൻ്റെ ലീഡറായ ഫിൻ ബാലറിനെതിരെ, നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ഫിൻ ബാലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലും നിലവിലെ ചാമ്പ്യനായ ഗന്ധർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. ഗന്ധർ ഫിൻ ബാലറിനെതിരെ നല്ല ഒരു രസകരമായിട്ടുള്ള കിടിലമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കും തന്നെ പ്രതീക്ഷിക്കുന്നു. ഗന്ധറിൻ്റെ അടുത്ത ചലഞ്ചർ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സൂചന എന്തായാലും ഈ സ്പെഷ്യൽ ഇവൻറ്റിലൂടെ നൽകാൻ സാധ്യതയില്ല. കാരണം അടുത്ത സ്പെഷ്യൽ ഇവൻ്റായിട്ട് നടക്കാൻ പോകുന്നത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് തന്നെയാണ്. അപ്പോൾ റോ എപ്പിസോഡിലൂടെയായിരിക്കും പിന്നീട് ഗുന്തറിൻ്റെ അടുത്ത എതിരാളിയെ അവർ വെളിപ്പെടുത്താൻ പോകുന്നത്. ഫിൻ ബാലറിൻ്റെ വേൾഡ് ടൈറ്റിൽ പുഷ് അത് 2025 കൂടിയിട്ടായിരിക്കും ആരംഭിക്കുക. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ ഗുന്തറിൻ്റെ കൂടെയാണ്. 3ാമത്തെ മത്സരം എന്ന് പറയുന്നത് വുമൻസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തെ സംബന്ധിച്ചാണ്. ഓൾറെഡി ഇനി നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് സെമി ഫൈനൽ മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ബെയ്ലി വേഴ്സസ് ചെൽസി ഗ്രീൻ തമ്മിലുള്ള മത്സരം, മീച്ചിൻ വേഴ്സസ് ടിഫനി സ്ട്രാറ്റൻ തമ്മിലുള്ള മത്സരവുമാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. ഈ 2 മത്സരങ്ങളിൽ നിന്ന് വിജയിച്ചു വരുന്ന റെസ്ലർ ആയിരിക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രൊഡിക്ഷനിൽ ഈ സെമി ഫൈനലിൽ വിജയിച്ചു വരുന്ന റെസ്ലേഴ്സ് അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരം വിജയിക്കാൻ സാധ്യതയുള്ള ഒരു റെസ്ലറായിട്ട് ഞാൻ കാണുന്ന 2 പേര്, ഒന്ന് ചെൽസി ഗ്രീനെയും ഒന്ന് മീച്ചിനെയുമാണ്. അപ്പോൾ ചെൽസി ഗ്രീൻ വേഴ്സസ് മീച്ചിൻ തമ്മിലുള്ള ഒരു ഫൈനൽ മത്സരവും ആ ഫൈനൽ മത്സരത്തിൽ മീച്ചിൻ വിജയിക്കുന്നതുമായിരിക്കും എൻ്റെ ഒരു പ്രൊഡിക്ഷനായി ഞാൻ പങ്കുവെക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സ്പെഷ്യൽ ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റ് മത്സരം എന്ന് പറയുന്നത് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് കെവിൻ ഓവൻസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇതും ഒരു കിടിലൻ സ്റ്റോറി അനുസരിച്ച് വരുന്ന ഒരു മത്സരമാണ്. ഇരുവരും ഇതിനു മുൻപ് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അന്നും കോഡി റോഡ്സിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. അന്ന് 2 റെസ്ലേഴ്സും ഫേസ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതിലുപരി 2 പേരും ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ ഇന്ന് ബദ്ധവൈരികളായിട്ടുള്ള ശത്രുക്കളായി മാറിയിരിക്കുന്നു. ഇരുവർക്കും കണ്ണിൽ കണ്ടുകൂടാത്ത ഒരു സിറ്റുവേഷൻ അവരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മത്സരം ഹീറ്റായിട്ടുള്ള മത്സരമാണ്. സ്റ്റോറി ലൈനിന് നല്ലൊരു കണക്ഷൻ ഉണ്ട്. മത്സരത്തിൽ കോഡി തന്നെയാണ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത. മത്സരത്തിൽ നമുക്ക് റാൻഡി ഓർട്ടൻ്റെ ഒരു തിരിച്ചുവരവ് വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. പൈൽ ഡ്രൈവർ എന്ന് പറയുന്ന മൂവിന് വലിയൊരു അപകടം നിറഞ്ഞ മൂവ് എന്നാണ് WWE കൊടുക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ. അതുകൊണ്ട് തന്നെ റാൻഡിയുടെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാമെങ്കിലും നടക്കുമെന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നില്ല, പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ.
കോഹ്ലി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതോടുകൂടി സ്പെഷ്യൽ ഇവൻറ്റ് അവസാനിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു സ്പെഷ്യൽ ഇവൻറ്റിൽ ഓൾറെഡി നിലവിലെ OTC ഒറിജിനൽ ട്രൈബൽ ചീഫായ റോമൻ റീൻസിനെ മുൻപേ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ റോമൻ റീൻസിന് മത്സരം ഉണ്ടായിരിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ യാതൊരുവിധ സൂചനയും WWE ഭാഗത്തു നിന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. റോമൻ റീൻസിനെതിരെ ഒരു സൂപ്പർ സ്റ്റാറും ഒരു വെല്ലുവിളി ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. സോളോ സിക്കോവയുടെ സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും റോമനെതിരെയുള്ള വലിയൊരു വെല്ലുവിളിയൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ റോമനെ അഡ്വർടൈസ് ചെയ്തിട്ട് റോമൻ്റെ മത്സരം കൊണ്ടുവന്നില്ലെങ്കിൽ അല്ലെങ്കിൽ റോമൻ്റെ അപ്പിയറൻസ് നടത്തിയില്ലെങ്കിൽ അത് നെഗറ്റീവ് ഫീഡ്ബാക്കിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ റോമൻ്റെ അപ്പിയറൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റോമൻ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഷോകളിൽ അവർ അഡ്വർടൈസ് ചെയ്യാറുള്ളൂ. റോമൻ്റെ ഒരു അപ്പിയറൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. റോമൻ വന്നാൽ ഇപ്പോഴത്തെ സോളോയുടെ ബ്ലഡിനെതിരെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സെഗ്മെൻറ്റ് നടക്കാനാണ് സാധ്യത. എന്തായാലും കുറേയധികം ഹോൾ ഓഫ് ഫെയിമേഴ്സ്, ലെജൻഡ് റെസ്ലേഴ്സിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഈ ഒരു സാറ്റർഡേ നൈറ്റ് സ്പെഷ്യൽ ഇവൻറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ആണ് നമുക്ക് ഈ സ്പെഷ്യൽ ഇവൻറ്റിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ടെലികാസ്റ്റ് ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഗൂഗിളിൽ വാച്ച് റെസ്ലിംഗ് എന്ന് അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്ന സൈറ്റിൽ കയറി അതിലെ സെർവർ വഴി ലൈവായി കാണാൻ സാധിക്കും. രാവിലെ 6 മുതൽ ഡിസംബർ 15 6 മുതൽ 8 വരെയാണ് ഷോയുടെ ടൈം എന്ന് പറയുന്നത്. ഒരിക്കലും മിസ്സാകരുത്. കിടിലൻ സ്റ്റോറി അനുസരിച്ചുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. വീഡിയോ സംബന്ധിച്ചും സ്പെഷ്യൽ ഇവൻറ്റിലെ മാച്ച് കാർഡുകളുടെ നിങ്ങളുടേതായ പ്രഡിക്ഷനും അത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.